ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു മത്തിക്കറി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. സോ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, അതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ കരിവേപ്പില നന്നായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് തോനെ അധികം ഇട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. പിന്നെ അതിലോട്ട് ഞാൻ സവാള അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ നമ്മളുടെ കറിക്ക് കിട്ടുന്നതാണ്. സോ അത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ അളവിലാണ് എല്ലാം ചേർത്തിട്ടുള്ളത്. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്തിട്ടുള്ളത്. മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇനി അതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഞാനിവിടെ തക്കാളി ചേർക്കുന്നത്. അങ്ങനെ ആ ഒരു തക്കാളി ചേർത്തിട്ട് അത് നന്നായിട്ട് തന്നെ ആ ഒരു മസാലയിൽ പിടിക്കണം. അതിനായിട്ട് തന്നെ കുറച്ച് സമയം ഒരു 5-10 മിനിറ്റോളം, 5 മിനിറ്റ് മതി, മൂടി വെച്ച്. അങ്ങനെ ഒരു മൂടി വെച്ച് കഴിയുമ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു 5 മിനിറ്റിന് ശേഷം. അങ്ങനെ ഇനി അതിലോട്ട് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഞാനിതിലോട്ട് പുളിക്കായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓർക്കാപ്പുളി എന്ന് പറയും, ഞങ്ങളുടെ ഭാഗത്ത് ഓർക്കാപ്പുളി എന്നാണ് പറയൽ. അല്ലെങ്കിൽ മാങ്ങയോ പുളിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ഓർക്കാപ്പുളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർക്കുന്നത്. അങ്ങനെ അതും കൂടെ ചേർത്ത് കുറച്ച് സമയം കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ഒരു തിളച്ച് വന്നതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണ്ട എത്രയാണോ അത്രയും ചേർത്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു ഫിഷൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ. സോ എന്തായാലും അങ്ങനെ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി ഡിഷ്